Hi friends, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഒന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താന്ന് പറഞ്ഞു, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, രണ്ട് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞിരുന്നു. ഒന്ന് ഡാറ്റ സെക്യൂരിറ്റി, ദർ ഇസ് നോ ഡാറ്റ സെക്യൂരിറ്റി. അതുപോലെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഇറ്റ് ഡസ് നോട്ട് മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റുകൾ. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു, ഒബ്ജക്റ്റ് പറഞ്ഞു, ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലാസ്സിനുള്ള ഡിക്ലെയർ ചെയ്ത ഡാറ്റ മെമ്പേഴ്സ്, അതുപോലെ മെമ്പർ ഫങ്ഷൻസ്, അതിന്റെ പ്രൈവറ്റ് വിസിബിലിറ്റി, പബ്ലിക് വിസിബിലിറ്റി, ആക്സസ് ലേബിൾസ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമും ചെയ്തു. എന്ത്, മെമ്പർ ഫംഗ്ഷൻ എന്താ ക്ലാസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടും മെമ്പർ ഫംഗ്ഷൻ ക്ലാസിന്റെ പുറത്ത് ഡിഫൈൻ ചെയ്തുകൊണ്ടും ഒരേ പ്രോഗ്രാമിനെ നമ്മൾ രണ്ട് തരത്തിലും ചെയ്ത് നമ്മൾ അതും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ അടുത്ത ഫീച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ one is data abstraction. എന്താ ഡാറ്റ അബ്സ്ട്രാക്ഷൻ? ഡാറ്റ അബ്സ്ട്രാക്ഷൻ മീൻസ് എന്താണ്, ദ ആക്ട് ഓഫ് റെപ്രസെന്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ്. എന്താണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താതെ നമ്മൾ എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ധാരാളം എക്സാമ്പിളുകൾ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു കാർ, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ റിയൽ ലൈഫിൽ കാർ ഇസ് എൻ ഒബ്ജക്റ്റ്. അറിയാലോ, കാർ ഇസ് എൻ ഒബ്ജക്റ്റ്. അപ്പൊ കാറിന്റെ പ്രത്യേകത എന്താ, കാറിന്റെ ഇന്റേണലി ധാരാളം ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, ശരിയല്ല? ഇപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴും അതുപോലെ ഗിയർ മാറ്റുമ്പോഴും അതുപോലെ ബ്രേക്ക് ചവിട്ടുമ്പോഴൊക്കെ ദർ ആർ സോ മെനി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ്, അല്ലേ? കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്തിന്റെ ബിഹൈൻഡ്. പക്ഷേ അതെല്ലാം എന്താ, ആൾ പ്രോസസ്സിങ്, ആൾ ഓപ്പറേഷൻസ് ആർ ഹിഡൻ. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് നിന്ന് എന്താണ്, ഹിഡൻ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ മാറ്റുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നു, വണ്ടി നിൽക്കുന്നു, അല്ലെ? ആ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രമേ ആര് കാണുന്നുള്ളൂ, ഡ്രൈവർ കാണുന്നുള്ളൂ. ബാക്കി അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ എന്താണ്, ഹിഡൻ ആണ്. ഓക്കെ, ഇത് തന്നെയാണ് എന്ത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹൈഡിങ് ദ ഡീറ്റെയിൽസ് ഫ്രം ദ യൂസർ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഹൈഡിങ് ദ ഡീറ്റെയിൽസ് ഫ്രം ദ യൂസറിന്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ്, പിന്നെ അതിന്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ എൻകാപ്സുലേഷൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഡാറ്റ എൻകാപ്സുലേഷൻ. ഇവിടെയൊക്കെ പരീക്ഷയ്ക്ക് വരാവുന്ന സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താ, ഹൈഡിങ് ദ കോംപ്ലക്സിറ്റി ഫ്രം ദ യൂസർ ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ഈസ് റെഫർഡ് ടു ആസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഓക്കെ, അല്ലെങ്കിൽ ഡിഫൈൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ദാറ്റ് ഈസ് എന്താ, ദ ആക്ട് ഓഫ് റെപ്രസെന്റിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഈസ് കോൾഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. Okay. Next is data encapsulation. എന്താ ഡാറ്റ എൻകാപ്സുലേഷൻ? നമ്മൾ പറഞ്ഞിരുന്നു, the fundamental idea of object oriented programming is to combine both data and function into a single unit. മനസ്സിലാണ്ടോ? ദാറ്റ് ബൈൻഡിങ് ഓഫ് ബോത്ത് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് ഡാറ്റ എൻകാപ്സുലേഷൻ. അപ്പൊ ഡാറ്റ എൻകാപ്സുലേഷൻ, വാട്ട് യു മീൻ ബൈ ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ, എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ക്യാപ്സുൾ രൂപത്തിലൊക്കെ എൻകാപ്സുലേറ്റ് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ, ദ ബൈൻഡിങ് ഓഫ് ബോത്ത് ഡാറ്റ, ഏതിനൊക്കെ ബൈൻഡ് ചെയ്യുന്നത്, ബോത്ത് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്, ആ ഡാറ്റനെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ദ ബൈൻഡിങ് ഓഫ് ബോത്ത് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്, ദാറ്റ് പ്രോസസ് ഓഫ് ബൈൻഡിങ് ഈസ് കോൾഡ് ഡാറ്റ എൻകാപ്സുലേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻഹെറിറ്റൻസ്. എന്താ ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ,
inheritance means the process in which one object acquires acquires the properties of another object വേറൊരു ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, കുറെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. That is, it is achieved. It is the process of creating a new class. It is the process of creating a new class from an existing class. ഒരു existing class, already ഒരു ക്ലാസ് ഉണ്ട്, നമ്മുടെ അടുത്ത് ഓൾറെഡി എന്തുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു പുതിയ ക്ലാസ് എന്ത് ചെയ്യണേ, ഡിറൈവ് ചെയ്തെടുക്കുക. We are deriving, the process of deriving a new class from an existing class is called inheritance. Okay, that is this existing class, already ഉള്ള ഒരു ക്ലാസ് എന്ന് പുതിയൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ ആ എക്സിസ്റ്റിംഗ് ക്ലാസ് എന്ന് പറയുന്ന പേരാണ് ബേസ് ക്ലാസ്. അതുപോലെ പുതുതായിട്ട് ഡിറൈവ് ചെയ്ത ക്ലാസ്സിന് പറയുന്ന പേര് ഡിറൈവ്ഡ് ക്ലാസ്. എന്താ പറയാ, ഡിറൈവ്ഡ് ക്ലാസ്. അപ്പൊ രണ്ട് ക്ലാസ് ഉണ്ട് ഇവിടെ. ഒന്ന് ഏതെന്നാണോ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് അതാണ് എന്ത്, ബേസ് ക്ലാസ്. ഏതാണോ ഇൻഹെറിറ്റ് ചെയ്ത് വന്നത് അതാണ് ഏത്, ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ റിയൽ ലൈഫിൽ ധാരാളം അങ്ങനെ ഇൻഹെറിറ്റൻസിന് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുടുംബങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പിന്നെ മോന് പിന്നെ വെല്ലുപ്പാന്റെ മൈരിയാണ്, അല്ലെങ്കിൽ വെല്ലുപ്പാന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ വെല്ലുമ്മാന്റെ സ്വഭാവമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതെന്താ, അവരുടെ ചില ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, വാപ്പാന്റെയോ അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെയോ അല്ലെങ്കിൽ അമ്മന്റെയോ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഗ്രാൻഡ് പാരൻസിന്റെ ക്വാളിറ്റീസ് എന്താ, ത്രൂ പാരൻസിലൂടെ എന്ത് ചെയ്യാണ്, ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ത് ചെയ്യാണ്, ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു പ്രോപ്പർട്ടി ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്താ, ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടി വേറെ ഒരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നതിന് എന്താ പറയുന്നത്, ഇൻഹെറിറ്റൻസ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കോഡ് റീയൂസബിലിറ്റി ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എന്താ, ഈ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുമ്പോഴാണ്, ഇൻഹെറിറ്റൻസിലാണ് നമ്മൾ എന്ത് അച്ചീവ് ചെയ്യുന്നത്, കോഡ് റീയൂസബിലിറ്റി. കാരണം എന്താ, ഒരു ക്ലാസ്സിന് നമ്മൾ എന്താ എഴുതി പക്കിയാക്കി റെഡിയാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പുതിയൊരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ഇത് എടുക്കാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ഡിറൈവ്ഡ് ക്ലാസ് ഏതാണ്, ഇതിപ്പോ എന്താണ്, ബേസ് ക്ലാസ്. ഇതെന്താണ്, ബേസ് ക്ലാസ്. ഇതാണ് ബേസ് ക്ലാസ്. ഓക്കെ, ഇതാണ് എന്ത്, ബേസ് ക്ലാസ് എന്ന് ഡിറൈവ് ചെയ്ത ക്ലാസ്. ദിസ് ഈസ് എന്താ, ഡിറൈവ്ഡ് ക്ലാസ്. അപ്പൊ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് എന്തുണ്ടാവും, ദിസ് ഡിറൈവ്ഡ് ക്ലാസ് വിൽ ഹാവ് ദ കമ്പൈൻഡ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ക്ലാസ്സസ്. ഏതൊക്കെ, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഫീച്ചറും ഉണ്ടാവും, പ്ലസ് ഈ ബേസ് ക്ലാസ് എന്ന് വന്ന ഫീച്ചറും കൂടെ ചേർന്നതായിരിക്കും ഏതിന്റെ പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവുക, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവുക. Okay, this is inheritance. Appo the inheritance, what do you mean by inheritance enna endana, the process of creating a new class, from an existing class is called inheritance. That is, the existing class is called the base class and the newly created class is called derived class. And this derived class will have the combined features of both the classes. ഏതിന്റെയൊക്കെ, ഈ ക്ലാസിന്റെ ഫീച്ചർ ഉണ്ടാവും പ്ലസ് ഈ ക്ലാസിന്റെ ഫീച്ചർ കൂടെ ഉണ്ടാവും. ഇതാണ് എന്ത്, ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഫസ്റ്റ് വൺ, സിംഗിൾ ഇൻഹെറിറ്റൻസ്. രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ദെൻ മൂന്നാമത്തെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ദെൻ ഹയറാർച്ചിക്കൽ ഇൻഹെറിറ്റൻസ്. Then hybrid inheritance. These are the different types of inheritances. Okay, like a single inheritance, multiple inheritance, multi-level inheritance, hierarchical inheritance and a hybrid inheritance.
ഓക്കെ, ഇനി എന്താണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്? ഓക്കെ, ഇത് എന്താണ് എന്നുള്ള ജസ്റ്റ് ഒരു ഇതിന്റെ മോഡൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഒരു പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം പിന്നെ ഇംപ്ലിമെന്റേഷൻ ഒന്നും നിങ്ങളുടെ സിലബസിന്റെ പോർഷനായിട്ട് വരുന്നില്ല. ഓക്കെ, അത് നിങ്ങളുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ലെങ്തി ചാപ്റ്റർ ഇൻഹെറിറ്റൻസ് ആയിരുന്നു നിങ്ങളുടെ മുന്നേ ഉള്ള സിലബസ് ആയിരുന്നു. ഈ സിലബസ് ഇത് ജസ്റ്റ് നമ്മൾ പിന്നെ ഇത് എന്തൊക്കെയാണിത് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി സിംഗിൾ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് ഇത് മാറരുത്, സിമ്പിൾ ഇൻഹെറിറ്റൻസ് അല്ല. എന്തല്ല? സിമ്പിൾ അല്ല. ഓക്കെ, സിമ്പിൾ ഇൻഹെറിറ്റൻസ് എന്നല്ല പറയുക, സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇത് തന്നെയാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, എന്താണ് എന്താ സിംഗിൾ ഇൻഹെറിറ്റൻസ്? when a class is derived from a single base class, when a class is derived from a single base class, so or base class, suppose A is the base class, now we are deriving the class B. Okay, this is the base class, this is the base class, and this is the derived class. Okay, that is when a class is derived from single base class, that is called single inheritance. Okay, here A is the base class and B is the derived class. Okay, you are deriving the class B from the base class A, from the base class A, and here the derived class B will have the combined features of both the classes. ഏതൊക്കെ? A എന്ന് പറയുന്ന ക്ലാസ്സിന് വന്ന ഫീച്ചറും ഉണ്ടാവും, കൂടാതെ എന്തുണ്ടാവും? B ന്റെ ഫീച്ചറും കൂടെ ഉണ്ടാവും. This is single inheritance. This is എന്താണ്? Single inheritance. ഓക്കെ, ഇതിൽ ഈ ആരോ നമ്മൾ ഇങ്ങോട്ട് ചില ബുക്കിൽ ഇങ്ങോട്ട് താഴത്തേക്ക് റെപ്രസെന്റ് ചെയ്യും, ചില ബുക്കിൽ നമ്മൾ C++ന്റെ ചില ബുക്കുകൾ നോക്കിയാൽ ഇതിന്റെ ആരോ മുകളിലേക്കും, അതായത് ബേസ് ക്ലാസ്സിലോട്ടായിരിക്കും ആരോ. ഇതിന്റെ അർത്ഥം ഇത് ബേസ് ക്ലാസ്, ഇത് ഡിറൈവ്ഡ് ക്ലാസ് എന്നല്ല, ഇത് തന്നെയാണ് എന്ത്? ബേസ് ക്ലാസ്. ഇത് തന്നെയാണ് എന്ത്? ബേസ് ക്ലാസ്. ഇതാണ് എന്ത്? ഡിറൈവ്ഡ് ക്ലാസ്. ദാറ്റ് ഈസ് എന്താ? ഈ ആരോ രണ്ട് തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ അത് ബേസ് ക്ലാസ്സിലോട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ക്ലാസ്സിലോട്ടാണ് ആരോ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എന്താ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? ദാറ്റ് ഈസ് a class is derived from multiple base classes. A class is derived from multiple base classes. For example, എന്താ? ഇപ്പോ A, B, C. This is D. So ഇങ്ങനെ മോളിലേക്കാണ് ബേസ് ക്ലാസ്സിലോട്ടാണ് ആരോ എന്നുണ്ടെങ്കിൽ this is the model for multiple inheritance. Here എന്താ? The multiple base classes. Here the derived class is D, which is derived from multiple base classes A, B, C. And here the D will have the combined features of all the classes. ഏതൊക്കെയാ? A ന്റെ ഫീച്ചർ വന്നിട്ടുണ്ടാവും, B ന്റെ ഫീച്ചർ വന്നിട്ടുണ്ടാവും, C ന്റെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. ഈ മൂന്ന് ക്ലാസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും, പ്ലസ് D ന്റെ ഫീച്ചേഴ്സും കൂടെ ഏതിലുണ്ടാവും? ഈ ഡിറൈവ്ഡ് ക്ലാസ് Dയിലോട്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് when a class is derived from multiple base classes. സിംഗിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യുക, സിംഗിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസ്. എ ക്ലാസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസ്. Okay, that is multiple inheritance. Okay, next is multi-level inheritance. Multi-level എന്താ? It is A, this is B, this is C. That is a class. Here a class is derived. A class is derived from a base class which is already derived from another base class. Here C is derived from B. C in the direct base class is B ആണ്.
Okay, which is already derived from A. Okay, this is the multi-level inheritance. ഇതിന് ഇവിടെ level 0, level 1, level 2 എന്നൊക്കെ പറയും. Okay, here B is called the intermediate base class. B is called എന്താണ് intermediate, ഇടയിലുള്ള base class. A is called indirect base class. A is called indirect base class. Okay, that is a class is derived from a base class. A class is derived from a base class which is already derived from another base class. Which is already derived from another base class. This type of inheritance is called multi-level inheritance. Multi-level inheritance. Okay. Then hierarchical inheritance. Okay. Hierarchical inheritance. That is A. This is B. This is C. This is D. This is called hierarchical inheritance. Okay. Here deriving multiple classes. Here it is deriving multiple classes from a single base class. From a single base class. അതായത് A എന്നുള്ള ക്ലാസ് എന്ന് എന്ത് ചെയ്യണം B derive ചെയ്തു, അതും തന്നെ C derive ചെയ്തു, D എന്ന് derive. അപ്പോൾ ഇവിടെ എന്താ the class B will have the combined features of both A and B. C will have the combined features of both A and C. D will have the combined features of both A and D. That is deriving multiple derived classes from a single base class. From a single base class. ഇതും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും തമ്മിൽ എന്ത് ചെയ്യരുത്, മാറരുത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന മൾട്ടിപ്പിൾ ബേസ് ക്ലാസ്സസ് ആണ്. മൾട്ടിപ്പിൾ ബേസ് ക്ലാസ് എന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കണം. അതിന്റെ നേരെ റിവേഴ്സ് ആണ് ഇത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലാസ്സിൽ തന്നെ മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. എന്താ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ എന്താ? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ A this is B and this is C and this is D. Okay, here all the three types of inheritance is involved. ശരിയല്ലേ? Here there is a multi-level inheritance. ശരിയല്ലേ? A and B, B and D. This is an example for multi-level inheritance. A and B, B and D. A and C, C and D. ബിയും സിയും ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ബിയും സിയും ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ഡി ഫോം. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. എന്നാണ് എന്ത് ഇൻഹെറിറ്റുന്നത്? ബിയും സിയും. ദാറ്റ് ഈസ് ദിസ് ഈസ് എന്താ ഹയറാർച്ചിക്കൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഹിയർ മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, hierarchical inheritance. All the three types of inheritance is involved. This type of inheritance is called hybrid inheritance. Hybrid inheritance. And you can also inherit like directly, like this, through this dotted line. D എന്ന് നേരിട്ടിട്ടും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എല്ലാ ടൈപ്പ് ഇൻഹെറിറ്റൻസും കൂടി വരുന്ന ഇൻഹെറിറ്റൻസ് മോഡലാണ് ഇത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ദീസ് ആർ ദ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഏതൊക്കെയാണ്? സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹയറാർച്ചിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞു. ഇനി എങ്ങനെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത പുതിയ ക്ലാസ്സിന് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്ലാസ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് എങ്ങനെ ഒരു സാധാരണ നമ്മളൊരു ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു. എങ്ങനെയാ ക്ലാസ് എന്താ ബേസ് ക്ലാസ് നെയിം അല്ലെ, ഓർക്കണില്ലേ? ക്ലാസ് നെയിം. ഇവിടെ എന്താ പ്രൈവറ്റ്, ഇവിടെ എന്തുണ്ടാവും? മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ എന്താ പബ്ലിക്. ഇവിടെ എന്തുണ്ടാവും? പബ്ലിക് മെമ്പേഴ്സ്, പബ്ലിക് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവും. പ്രൈവറ്റിൽ എന്തുണ്ടാവും? പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവും, പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ ജനറൽ സിൻടാക്സ് ഫോർ ഡിക്ലെയറിംഗ് എ ക്ലാസ്. ഓക്കെ, ഇനി നൗ എന്താ we are going to discuss the syntax for declaring a derived class. ഒരു derived class എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, derived class എങ്ങനെ ഉണ്ടാക്കുക? That is first എന്താ derived class
നമുക്കറിയാം ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ക്ലാസ് നിന്ന് ഡിറൈവ് ചെയ്യുന്ന, ഇൻഹെറിറ്റ് ചെയ്യുന്ന. അപ്പൊ അതെന്താ, ഫസ്റ്റ് ക്ലാസ് എങ്ങനെയാ, ക്ലാസ്. The keyword is class. Class declaration starts with the keyword class followed by derived class name. എന്താണ്, പുതിയ ക്ലാസിന്റെ പേര്, derived class name. Then colon. Okay. Then access label അല്ലെങ്കിൽ visibility label നമ്മൾ പറഞ്ഞിരുന്നു. Access label or visibility label. Then എന്താ, base class name. എന്താണ്, base class name. And here it contain here the members of the derived class. That is, this is the body of the derived class. Okay, that is, a derived class can be defined by specifying. A derived class can be specified. A derived class can be defined by specifying its relationship, by specifying its relationship with the base class name. ഇത് ഒരു വേറൊരു ക്ലാസ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഏത് ക്ലാസ് നിന്നാണോ എടുക്കുന്നത് അത് ആ ക്ലാസിന്റെ പേരാണ് ഇത്. പുതുതായിട്ട് ഡിറൈവ് ചെയ്യുന്ന ക്ലാസിന്റെ പേരാണ് ഇത്. ഓക്കെ, എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ദിസ് ആക്സസ് ലേബൽ അല്ലെങ്കിൽ വിസിബിലിറ്റി ലേബൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദിസ് ആക്സസ് ലേബൽ മേ ബി ഐദർ എന്താ, പ്രൈവറ്റ് ഓർ പബ്ലിക്. ഐദർ പ്രൈവറ്റ് ഓർ പബ്ലിക്. നമ്മളിവിടെ ഈ ആക്സസ് ലേബൽ എന്തൊക്കെയാവാം, ഒന്നുകിൽ പ്രൈവറ്റ് ആവാം അല്ലെങ്കിൽ എന്താവാം, പബ്ലിക് ആവാം. അതായത് ബേസ് ക്ലാസിന്റെ ഫീച്ചേഴ്സ്, ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് ബേസ് ക്ലാസിന്റെ ഫീച്ചേഴ്സ് പ്രൈവറ്റ് ആയിട്ടും ഇൻഹെറിറ്റ് ചെയ്യുക, പബ്ലിക് ആയിട്ടും ഇൻഹെറിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ വൺ മോർ വിസിബിലിറ്റി ലേബൽ ഈസ് ദർ, ദാറ്റ് ഈസ് എന്താ, പ്രൊട്ടക്റ്റഡ്, ദാറ്റ് വി ആർ നോട്ട് ഡിസ്കസിങ് ഹിയർ. ഓക്കെ, one more visibility label is there, that is protected. Okay, then now ഇനി പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴും പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ഡിറൈവ്ഡ് ക്ലാസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ സ്പെസിഫൈങ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ ബേസ് ക്ലാസ് നെയിം. ഓക്കെ, ഇൻ അഡീഷൻ ടു ഇറ്റ്സ് ഓൺ ഡീറ്റെയിൽസ്, ഇൻ അഡീഷൻ ടു ഇറ്റ്സ് ഓൺ ഡീറ്റെയിൽസ്, ഇതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൂടിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, കൂടാതെ ഇതിന്റെ ഫീച്ചേഴ്സും കൂടെ അതിൽ വരും. ദാറ്റ് ഈസ് ഏതൊക്കെയാ, പ്രൈവറ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് വരാം. Okay, that is, this visibility mode or this access label specifies whether the features of base class, is derived either privately or publicly. Okay, when a base class is publicly derived, when a base class is publicly derived by a derived class, then what will happen? അതാണ് private. Confusion ഉണ്ടാകരുത്. When a base class, ഇപ്പോൾ ഇവിടെ പബ്ലിക് എന്ന് കൊടുത്തു, അപ്പൊ ഇവിടെ ഒരു ക്ലാസ് ബേസ് ഉണ്ട്, അത് നമുക്ക് എക്സാമ്പിൾ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, when a base class is publicly derived, by a derived class, then all the public members of the base class ഇലുള്ള എല്ലാ public members will be public members in the derived class also. എന്താണ് base classൽ, we know that base class contains both private members and public members. base classൽ എന്തൊക്കെ ഉണ്ടാവും, പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും, പബ്ലിക്കിന്റെ താഴെ മെമ്പേഴ്സ് ഉണ്ടാവും. നമ്മളിവിടെ പബ്ലിക് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിലുള്ള എല്ലാ പബ്ലിക് മെമ്പേഴ്സും ഡിറൈവ്ഡ് ക്ലാസ്സിലും എന്താകും, പബ്ലിക് ആവും. ഓക്കെ, ഇനി എന്താ, when a base class is privately derived, നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്താ, പ്രൈവറ്റ് ആണ്. when a base class is privately inherited by a derived class, then all the public members of the base classിലുള്ള എല്ലാ പബ്ലിക് മെമ്പേഴ്സും ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താകും, അതിന്റെ വിസിബിലിറ്റി പ്രൈവറ്റ് ആകും. എപ്പോ ഇവിടെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ.
ഇവിടെ നമുക്ക് പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ബേസ് ക്ലാസ്സിലുള്ള എല്ലാ പബ്ലിക് മെമ്പേഴ്സും ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താവും? പബ്ലിക് ആവും. പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിലുള്ള എല്ലാ പബ്ലിക് മെമ്പേഴ്സും തന്നെ, നമ്മൾ പ്രൈവറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ബേസ് ക്ലാസ്സിലുള്ള എല്ലാ പബ്ലിക് മെമ്പേഴ്സും ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താകും? പ്രൈവറ്റ് ആവും. പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സിന് ഇവിടെ എന്താണ് വിസിബിലിറ്റി എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ബോത്ത് കേസസ്, ഏതാ പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്താലും പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്താലും, ഇൻ ബോത്ത് ദ കേസസ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ബേസ് ക്ലാസ് ആർ നോട്ട് ഇൻഹെറിറ്റബിൾ. ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ഒരിക്കലും എവിടേക്ക് വരൂല? ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് വരൂല. പ്രൈവറ്റ് മെമ്പേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റബിൾ. പ്രൈവറ്റ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് മാത്രമേ ഏതിലോട്ട് വരുള്ളൂ? ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് വരുള്ളൂ. അത് എങ്ങനെയാ വരിക? പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് ഇവിടെ എന്തായിരിക്കും? പബ്ലിക് ആയിരിക്കും. പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ? ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താകും? പ്രൈവറ്റ് ആവും. രണ്ട് കേസിൽ എന്ത് ചെയ്യാൻ പറ്റൂല? പ്രൈവറ്റ് മെമ്പേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റബിൾ. ഇപ്പൊ നമ്മൾ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റ് ചെയ്താൽ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്താവും? പബ്ലിക് ആവും. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാ? They can be accessible to the objects of the derived class. ആ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ടും പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ അത് എന്തായിരിക്കും? പബ്ലിക് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പബ്ലിക് മെമ്പറിനെ, ആ ഡിറൈവ് ചെയ്ത് വന്ന ആ പബ്ലിക് മെമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഈ ബേസ് ക്ലാസ് എന്ന് വന്ന പബ്ലിക് മെമ്പേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ അതിന്റെ വിസിബിലിറ്റി എന്താവും? പ്രൈവറ്റ് ആകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? സോ ദേ ആർ നോട്ട് ആക്സസിബിൾ ടു ദ യൂസിങ് ദ ഒബ്ജക്ട്സ് ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ് ഡയറക്ട്ലി. ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ആക്സസ് ചെയ്യാൻ പറ്റൂല. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഒരു ഇൻഹെറിറ്റൻസിന്റെ ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു എക്സാമ്പിൾ. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ക്ലാസ് എ, ഇത് ഒരു ക്ലാസ്, ഇതാണ് ഒരു ബേസ് ക്ലാസ് എ. ദിസ് ക്ലാസ് എ കണ്ടെയ്ൻസ് എന്തൊക്കെയാ? two private data members x and y of type integer, and there is a member function get data, that is private member function get data. Okay, then in public section and this class A contains two public data members m and n of type integer, and there is a public member function put data. Okay, no doubt. Now I am deriving a new class. B from A, from the base class A. Here the base class is A and the derived class is B. And the relationship, that is I am deriving the features of the base class A publicly. ബി എന്ന ക്ലാസ്സിലോട്ട് നമ്മൾ എങ്ങനെയാണ്? പബ്ലിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. ഏതിനെ? എന്റെ ഫീച്ചേഴ്സിന്. അപ്പൊ എന്ത് സംഭവിക്കും? നൗ ദിസ് ബി, ക്ലാസ് ബി കണ്ടെയ്ൻസ് ടു പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. ശരിയല്ലേ? IJ, ടു പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ഓഫ് ഇന്റിജർ, ആൻഡ് ദെൻ വൺ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ. റീഡ് എന്നൊരു പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ഏതിലുണ്ട്? ബിയിലുണ്ട്. ഇപ്പൊ ക്ലാസ് ബിയില് IJ എന്ന് പറയുന്ന പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ഉണ്ട്, കൂടാതെ റീഡ് എന്ന് പറയുന്ന പബ്ലിക് മെമ്പർ ഫംഗ്ഷനും ഉണ്ട്. കൂടാതെ എന്ത് കൂടെ ഉണ്ടാവും? എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും. അപ്പൊ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഏതെ ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ? ഇവിടുത്തെ പബ്ലിക് മെമ്പേഴ്സ് മാത്രമേ ഇൻഹെറിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുള്ളൂ. ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യൂല?
എന്ത് ചെയ്യൂല, ഒരിക്കലും ഏതിലോട്ട് വരൂല, ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് വരൂല. നോട്ട് ഇൻഹെറിറ്റഡ്. ക്ലിയർ അല്ലേ? ദിസ് പോർഷൻ ഈസ് നോട്ട് ഇൻഹെറിറ്റഡ്. ഓക്കെ, ഇത് പബ്ലിക് ആയിട്ട് ഹിയർ we are deriving publicly. So what will happen? All the public members of the base class will become public members in the derived class also. അപ്പൊ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രൈവറ്റ് ആയിട്ട് ഇൻഡ് ഐ ജെ ഇതിൻ്റെതുണ്ട്. കൂടാതെ എന്തുണ്ട്? പബ്ലിക്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ റീഡ് ഉണ്ടാവും. കൂടാതെ എന്തുകൂടെ ഉണ്ടാവും? ഈ എമ്മും എന്നും ഈ പുട്ട് ഡാറ്റയും കൂടെ എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. ഏത് സെക്ഷനിൽ ഉണ്ടാവും? പബ്ലിക് സെക്ഷനിൽ ഉണ്ടാവും. പബ്ലിക് സെക്ഷനിൽ ഏത് കൂടെ ഉണ്ടാവും? എമ്മും എന്നും ഈ പുട്ട് ഡാറ്റയും കൂടെ ഇവിടെയും കൂടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്തത് കൊണ്ട്. ഓക്കെ, ഇനി പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ഇതെന്താക്കി? ഇത് പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പബ്ലിക് മെമ്പേഴ്സ്, ഏതാ ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് എന്തായിട്ട് മാറും? ഇവിടെ പ്രൈവറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? പ്രൈവറ്റ് ഐ ജെയും ഉണ്ടാവും. കൂടാതെ എന്തുകൂടെ ഉണ്ടാകും? ഈ എമ്മും എന്നും ഉണ്ടാവും. ഈ പുട്ട് ഡാറ്റയും കൂടെ എവിടെ ഉണ്ടാകും? ഇവിടെ ഉണ്ടാവും. ഇത് പ്രൈവറ്റ് ആവുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ. എന്താ? ഇവിടെ പ്രൈവറ്റ് ആണെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ഒക്കെ ഇവിടെ പ്രൈവറ്റ് ആവും. ഇവിടെയും പബ്ലിക് ആണെങ്കിലോ ഇവിടുത്തെ പബ്ലിക് ഒക്കെ ഇവിടെയും തന്നെയായിരിക്കും, പബ്ലിക് തന്നെയായിരിക്കും. ഈ രണ്ട് കേസിൽ പബ്ലിക് ആയി കൊടുത്താലും പ്രൈവറ്റ് ആയിട്ട് കൊടുത്താലും ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ പ്രൈവറ്റ് മെമ്പേഴ്സ്, ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻഹെറിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരില്ല. ഗോട്ട് ദ ഐഡിയ? ഓക്കെ, അപ്പൊ പബ്ലിക്കായിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ഈ റീഡൊക്കെ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പൊ ഇനി ഇതാ ഇവിടെ പബ്ലിക് കൊടുത്തപ്പോ നമ്മൾ എന്താ, ഈ എമ്മും എന്നും ഈ പുട്ട് ഡാറ്റ ഒക്കെ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടാവും. അപ്പൊ ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചപ്പോ എന്താ, എക്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ബി എന്ന് പറയുന്ന ഡെറിവേഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത്? എക്സ്. അപ്പൊ എന്താ, എക്സ് ഡോട്ട് റീഡ് പറ്റും. അതുപോലെ എന്ത് പറ്റും? പിന്നെന്താ, എക്സ് ഡോട്ട് എം പറ്റും. ഇവിടെ പബ്ലിക് ആവുകൊണ്ട് എക്സ് ഡോട്ട് എം പറ്റും. പിന്നെന്താ, എക്സ് ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാം. ഇങ്ങനെ 20 ഇങ്ങനെയൊക്കെ അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ് ഡോട്ട് പുട്ട് ഡാറ്റ ആക്സസ് ചെയ്യാം. ഈ ഒബ്ജക്റ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഏതിനെ? ഈ മെമ്പേഴ്സിനെയും കൂടെ. കാരണം എന്താ, ഇത് പബ്ലിക് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, ഈ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന് ഇതിനെയും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ വിസിബിലിറ്റി എന്താ? പബ്ലിക് ആണ്. ഓക്കെ, ഇനി അതല്ല പ്രൈവറ്റ് കൊടുത്താലോ? പ്രൈവറ്റ് കൊടുത്താൽ എന്താ, ഈ എക്സ് ഡോട്ട് റീഡ് മാത്രമേ പറ്റുള്ളൂ. എക്സ് ഡോട്ട് എം പറ്റൂല, എക്സ് ഡോട്ട് എൻ പറ്റൂല, എക്സ് ഡോട്ട് പുട്ട് ഡാറ്റയും പറ്റൂല. കാരണം എന്താ, ഈ പബ്ലിക് മെമ്പേഴ്സ് ഒക്കെ ഇവിടെ എന്തായി മാറി? പ്രൈവറ്റ് ആയിട്ട് മാറി. സോ ദേ ആർ ഇൻആക്സസിബിൾ. ടു ദ ഒബ്ജക്ട്സ് ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ്. ക്ലിയർ അല്ലേ? സോ ഒരു ഡിറൈവ്ഡ് ക്ലാസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഈസ് polymorphism. Okay, another important features of object oriented programming is polymorphism. എന്താണ് polymorphism means an object behaves differently in different instances. എന്താണ്? ഒരേ ഒബ്ജക്റ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസസിൽ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്താ പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. എന്താണ്? ദ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഒന്നിലധികം രൂപത്തിൽ ആക്ട് ചെയ്യാൻ പറ്റാവുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്, ധാരാളം റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് വരാറുണ്ട്. ഒരു കൊല്ലത്തെ പരീക്ഷയ്ക്ക് വന്നത്, ദർ ഇസ് എൻ എയറോപ്ലെയിൻ ഉണ്ട്. എയറോപ്ലെയിനിൽ എന്താ, ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, അതിൽ ആളുകൾക്ക് വിശക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്.
പിന്നെ ആളുകൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് അസുഖം വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ എന്താ എയർപ്ലെയിനിൽ എന്താണ് ഹോട്ടലായിട്ടും ഫംഗ്ഷനിങ് നടക്കുന്നുണ്ട്. അത് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് ഹോട്ടലാവുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ ഹോസ്പിറ്റലും ആകുന്നുണ്ട്. പിന്നെ അസുഖത്തിന് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലും ആകുന്നുണ്ട്. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഏത് ഫീച്ചറുമായിട്ടാണ് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് എന്താ പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ വന്നത് എന്താ, നിങ്ങളുടെ വീട്ടിൽ ഒരു വാട്ടർ ടാപ്പ് ഉണ്ട്. when it turn right എന്താ it come hot water comes, when it turn left എന്താ cold water comes. ഇടത്തേക്ക് തിരിക്കുമ്പോൾ എന്താ പിന്നെ ഒരു ടൈപ്പ് വെള്ളം, പച്ചവെള്ളം, അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ എന്താ ചുടുവെള്ളം വരും. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഏത് ഫീച്ചറുമായിട്ടാണ് കോറിലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സെയിം ഒബ്ജക്ട് ബിഹേവ്സ് ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റൻസസ്. ദാറ്റ് ഈസ് കോൾഡ് എന്താണ് പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം? ദാറ്റ് ഈസ് ആൻ ഒബ്ജക്ട് ബിഹേവ്സ് ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് ഇൻസ്റ്റൻസസ് ഇസ് കോൾഡ് പോളിമോർഫിസം. In C++, there are two types of polymorphism. There are two types of polymorphism. One is compile time polymorphism. ഏതാണ് compile time next one is runtime polymorphism. In C++, polymorphism is classified into two, that is in the compile time polymorphism and runtime polymorphism. The polymorphism achieved during the compilation time. The polymorphism achieved during the compilation time is called the compile time polymorphism. The polymorphism achieved during the running time of the program, during the running time of the program or during the execution time of the program is called runtime polymorphism. Runtime polymorphism. Compile time polymorphism വേറൊരു പേരാണ് ഏർലി ബൈൻഡിങ്. എന്താണ് ഏർലി ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്നൊക്കെ പറയും. അതുപോലെ റൺ ടൈം പോളിമോർഫിസത്തിന്റെ വേറൊരു പേരാണ് ലേറ്റ് ബൈൻഡിങ്. എന്താണ് ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താന്ന് പറഞ്ഞു. പോളിമോർഫിസം അച്ചീവ്ഡ് ഡ്യൂറിംഗ് ദ കമ്പൈലേഷൻ ടൈം ഇസ് കോൾഡ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇതിന് ഇതിനുള്ള എക്സാമ്പിൾ ആണ് എന്ത്, ഫംഗ്ഷൻ ഓവർലോഡിങ്. എന്താണ് function overloading and operator overloading. Function overloading and operator overloading. Runtime polymorphism example ആണ് എന്ത്, virtual function. Virtual function. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല. റൺടൈം പോളിമോർഫിസത്തിൽ വെർച്വൽ ഫംഗ്ഷൻ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനില്ല. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഓവർലോഡിങ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്ന് കൂടെ നമുക്ക് പറഞ്ഞു പോകുക ചെയ്യാം. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, ഫംഗ്ഷൻ ഓവർലോഡിങ് function overloading എന്ന് പറഞ്ഞാൽ in C++, the same function name, എന്താണ്, the same function name can be used for different purposes. ഒരേ ഫംഗ്ഷൻ നെയിമിനെ നമുക്ക് എന്ത് ചെയ്യാം, വെവ്വേറെ ഫംഗ്ഷനുകൾക്ക് കൊടുക്കാം. പക്ഷെ സി എന്ന് പറയുന്ന ലാംഗ്വേജ്, C++ അല്ല, സി എന്ന് പറയുന്ന ഇതിന്റെ മുന്നേ C++ന്റെ മുന്നേയുള്ള പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് സി എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഏതാ, സെയിം ഫംഗ്ഷൻ നെയിം തന്നെ ഡിഫറെന്റ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷന്റെ പേര് ഒരു പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. Okay, here in C++ we can use the same function name. The same function name can be used for different purposes. അത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. അതിന്റെ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്ന പിന്നെ ആർഗ്യുമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ഫംഗ്ഷൻ ആണ് വിളിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്കൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രോഗ്രാം പറഞ്ഞ് ഫംഗ്ഷൻ ഓവർലോഡിങ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സെയിം നമ്മൾ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ.
നമ്മൾ സ്ക്വയറിന്റെയും റെക്റ്റാങ്കിളിന്റെ രണ്ടിന്റെ ഏരിയ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കാണുമ്പോൾ സ്ക്വയറിന്റെ എന്താ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഒരു പാരാമീറ്റർ മതി. റെക്റ്റാങ്കിൾ ആകുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ട് വാല്യൂസ് ആയിരിക്കും. അപ്പൊ 2 പാരാമീറ്റർ വേണം. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത സ്ക്വയറിന്റെ ഏരിയ കാണാനും റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനും രണ്ടിനും സെയിം ഫംഗ്ഷൻ നെയിം ഈസ് യൂസ്ഡ്. രണ്ടിലും എന്താണ് ഫംഗ്ഷൻ നെയിം? എന്താണ്? ഏരിയ എന്നാണ് ഫംഗ്ഷൻ നെയിം. ഇങ്ങനെ നമുക്ക് സി ലാംഗ്വേജിൽ കൊടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ഇത് C++ എങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ? സെയിം ഫംഗ്ഷൻ നെയിം is used to find the area of both square and rectangle. Okay, ഇപ്പൊ ഇവിടെ എന്താ? ഹിയർ എന്താ? സ്ക്വയറിന്റെ ഏരിയ കാണാനും നമ്മൾ എന്ത് ചെയ്തു? ഏരിയ ഓഫ് 10 എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. കാരണം എന്താ? ഒരു സൈഡിന്റെ ഏരിയ, ഒരു സൈഡിന്റെ ലെങ്ത് മതി നമുക്ക് എന്താ ഏരിയ സ്ക്വയറിന്റെ കാണാൻ. അപ്പൊ എന്ത് ചെയ്തു? ഏരിയ ഓഫ് 10 എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷനെ വിളിക്കും? ഹിയർ ഈ ഫംഗ്ഷനെ വിളിക്കും. ഇവിടെ 2 ഫംഗ്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഏരിയ, സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷനിൽ ഒരു പാരാമീറ്റർ ഉള്ളത്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫംഗ്ഷനിൽ 2 പാരാമീറ്റർ ഉണ്ട്. ഇതാണ് 2 പാരാമീറ്റർ, S1 S2. ഇവിടെ ഒരു പാരാമീറ്ററും. അപ്പൊ അവിടെ ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് ഫംഗ്ഷൻ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കമ്പൈലർ ഏത് ഫംഗ്ഷനെ വിളിക്കുക? ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു? റിട്ടേൺ S into S. അപ്പൊ എന്താ? ഇവിടെ 10 will be passed to this argument. Then 10 return S into S എന്ന് പറയുമ്പോൾ എത്രയാ? 100 will be printed here. ഇവിടെ 100 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനാണ്. അപ്പൊ എന്താ? വി ആർ പാസിംഗ് 2 പാരാമീറ്റേഴ്സ്. 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ വിളിക്കും? ഈ ഫംഗ്ഷൻ വിളിക്കും. That is S1 and S2. That is S1 ഇവിടെ എന്ത് വരും? 10 വരും. S2 എന്ത് വരും? 20 വരും. So 10 into 20, that is 200. Here 200 will be. Concept എന്താ? Same function name can be used for different purposes. അപ്പൊ ഫംഗ്ഷൻ ഓവർലോഡിങ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിൽ പ്രധാനമായിട്ട് വേണ്ടത്? നിങ്ങൾ എത്ര ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ ഫംഗ്ഷന്റെ ഒക്കെ പേര് എന്തായിരിക്കുക? സെയിം പേര് കൊടുക്കുക. അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ ഈ പാരാമീറ്ററിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏത് ഫംഗ്ഷനെയാണ് വിളിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. That is, this is called function signature. ഇതിന് പറയും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ സിഗ്നേച്ചർ. That is, the different functions are invoked according to the parameters. This is the concept of function overloading. It is a type of polymorphism. That is the ability to take more than one form. നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാനുള്ള 2 മെത്തേഡാണ്. ഒന്ന് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഒന്ന് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. നിങ്ങളെ സിലബസിലുള്ളത് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. എന്താ ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്കിത് നിർത്താം. ഓക്കെ, ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്താ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റർ ഓവർലോഡിംഗ് മീൻസ് എന്താ? ഗീവ് എൻ എക്സ്ട്രാ മീനിങ് ടു ദ ഓപ്പറേറ്റർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ A + B C = A + B എന്ന് ചെയ്യാറുണ്ട് അല്ലേ? ഇത് എപ്പോഴാ പ്ലസ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുക? If A and B are variables of built-in data type. That is, if A and B are variables of integer data type അല്ലെങ്കിൽ float data type. Aയും Bയും ഇന്റിജർ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്ലസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സപ്പോസ് assume that A and B are objects. of type some class. ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റുകളാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ A + B ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ബട്ട് we can give the capability to the operator to operate on objects. ഒബ്ജക്റ്റിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആർക്ക് കൊടുക്കാം? നമുക്ക് ഒരു പിന്നെ ഈ പ്ലസ് ഓപ്പറേറ്റർ, ഫോർ എക്സാമ്പിൾ ഈ പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതിന് കൊടുക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? give an extra meaning to the operator.
മനസ്സിലായിട്ട്? അപ്പൊ നോർമലി ദിസ് പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി അപ്ലൈഡ് ഓൺ എന്താണ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് വേരിയബിൾ, ദാറ്റ് ഇസ് ലൈക്ക് ഇന്റിജർ ഓർ ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ. നമുക്ക് റിസൾട്ട് കിട്ടും 10 20 ആണെങ്കിൽ 30 ഇത് കിട്ടും. 2 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് റിട്ടേൺ ചെയ്യും. എയും ബിയും ഒബ്ജക്റ്റുകളാണ്, ക്ലാസിന്റെ ഒബ്ജക്റ്റുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലസ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് ഈസ് യൂസിങ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. യൂസിങ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ല. Okay, that is and give the capability to the operator to operate on objects, object നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒരു ഓപ്പറേറ്ററിന് കൊടുക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്? ഇതിൽ ധാരാളം ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സിന്റെ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഡിസ്കഷനിൽ വരുന്നില്ല, വേണ്ട. Okay, now this is operator overloading. Okay, so function overloading and operator overloading രണ്ടും ഏതിന് എക്സാമ്പിൾ ആണ്, കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെ മറ്റേത് എന്താണ്, റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിൾ ആണ് എന്ത്, വെർച്വൽ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എന്താ, നിങ്ങളുടെ ഒരു സിലബസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു.